വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും. ബ്രസീലിൽ നടക്കുന്ന 9ാം G20 ഉച്ചകോടിയിലെ ഉഭയകക്ഷി ചർച്ചയ്ക്കിടെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ജോർജിയ മെലോണി പ്രശംസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെലോനി എക്സിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശ പര്യവേഷണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 2025 മുതൽ 2029 വരെയുള്ള ഇന്ത്യ-ഇറ്റലി സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിന്റെ പ്രഖ്യാപനമായിരുന്നു ചർച്ചയിലെ പ്രധാന തീരുമാനം. ശക്തമായ സഹകരണത്തിലൂടെയുള്ള പരസ്പര നേട്ടങ്ങൾക്ക് പുറമെ ജനാധിപത്യം, നിയമവാഴ്ച, സുസ്ഥിര വികസനം എന്നീ മൂല്യങ്ങൾ പങ്കിടുന്നതിനുള്ള പിന്തുണയും ലക്ഷ്യമിടുന്നുവെന്ന് മെലോനി വ്യക്തമാക്കി. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന സൗഹൃദത്തിൽ മോദി ഉത്സാഹം പ്രകടിപ്പിച്ചു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള പരസ്പര സഹകരണം ലോകത്തിന് മികച്ച സംഭാവന നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി ഇന്തോനേഷ്യ, പോർച്ചുഗൽ, UK തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും നരേന്ദ്രമോദി ചർച്ച നടത്തി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നരേന്ദ്രമോദി തിങ്കളാഴ്ചയാണ് ബ്രസീലിലെത്തിയത്. കഴിഞ്ഞ കൊല്ലം G20 അധ്യക്ഷ സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു. ഇക്കുറി G20 ട്രോയ്ക്ക ഗ്രൂപ്പ് അംഗമാണ് ഇന്ത്യ. G20 നടത്തിപ്പ് സുഗമമാക്കുന്നതിനുള്ള ത്രികക്ഷി സംഘമാണ് ട്രോയ്ക്ക. ഉച്ചകോടിക്ക് നിലവിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യവും തൊട്ടുമുൻപും പിൻപും അധ്യക്ഷത വഹിക്കുന്ന രാജ്യങ്ങളുമാണ് അതിലെ അംഗങ്ങൾ. ബ്രസീൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് ട്രോയ്ക്കയിലുള്ളത്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. G20 ശേഷം ബുധനാഴ്ച മോദി ഗയാനയിലേക്ക് പോകും. 50 വർഷത്തിന് ശേഷം അവിടെ ചെല്ലുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം.